ഈ കറിമത്തങ്ങയിൽ ഒരുപാട് അത്ഭുത ഗുണങ്ങളുണ്ട്. ധാരാളം വിളവ് കിട്ടുകയും സുലഭമായിട്ട് ലഭിക്കുകയും കീടനാശിനി ഉപയോഗം ഇല്ലാത്തതുകൊണ്ടും കറിമത്തങ്ങ പച്ചയ്ക്കും തിന്നാൻ ഇതിൻ്റെ കുരു നല്ലതാണ്. ഇതുകൊണ്ട് ചട്ടിനി, പുട്ട്, കറി, എരിശ്ശേരി ഒക്കെ വയ്ക്കാൻ ആർക്കും അറിയാത്ത ഒരു അത്ഭുത കൂട്ട്. കുട്ടികൾക്ക് വരെ നല്ലതാണ്. ഇത്രയും മത്തങ്ങ എടുക്കണം, ഒരു വലിയ പീസ് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നൈസായിട്ട് അരിയണം. ഇത് പച്ചയ്ക്കും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി മാത്രമല്ല നല്ല ഹെൽത്തിയും കൂടിയാണ്. ഇതുപോലെ നൈസായിട്ട് അരിയണം, അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കാൻ പാടായിരിക്കും. എന്നിട്ട് ഇത് മിക്സിയിലേക്ക് ഇടണം. ഇട്ടതിന് ശേഷം നല്ല വറുത്ത മാവ്, റോസരി ചമ്പയുടെ മാവാണ് നല്ലത്. ചമ്പയുടെ മാവ് 5 കിലോ മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്തിട്ടിരുന്നാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മാവ്, വെളുത്ത മാവും കൊള്ളാം. ഇപ്പോൾ ചമ്പ മാവ് 5 കിലോ പൊടിച്ചത് തീർന്നതുകൊണ്ട് ഞാനിതാ വെളുത്ത മാവാണ് ഇടുന്നത്. പുട്ടിൻ്റെ മാവ്, ദോശയുടെ ഉറട്ടിയുടെ മാവായാലും കുഴപ്പമില്ല. ഇതിട്ടതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് തട്ടി അല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം പോലെ ഇതിനുണ്ട്. ഇതൊരു 3 കുറ്റി പുട്ടുക്കുള്ള മാവാണ്. ഇതിനിടയ്ക്ക് ഞാൻ ചെമ്പരത്തി മേശപ്പുറത്ത് ഉണക്കാൻ വച്ചിട്ടുണ്ട്. കിട്ടുന്ന ചെമ്പരത്തിയൊക്കെ എടുത്ത് ഉണക്കി സൂക്ഷിക്കും. കാരണം നമുക്ക് ചായ ഉണ്ടാക്കാനും ചായയിൽ വെള്ളം കാച്ചി കുടിക്കാൻ നല്ലതാണിത്. ഇനി പുട്ടിൻ്റെ മാവ് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിൽ തട്ടിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു ഉപ്പും കലർത്തി കുറേശ്ശെയായിട്ട് വെള്ളം കുടഞ്ഞ് നന്നായിട്ട് വിരകി വയ്ക്കണം. പുട്ടിൻ്റെ മാവ് കുഴച്ച് ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല. വിരകി വെച്ചതിന് ശേഷം ഇതുപോലെ അടിയിലും മേളിലും നടുക്കും തേങ്ങ ഇട്ട് പുട്ട് നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തി